ഹായ് ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും നൈസ് ഗെയിമിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ പുറത്ത് കാണുന്ന ഈ സിറ്റി കാണും, കുറേ മരങ്ങൾ, ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല. നമ്മുടെ സിറ്റി ഫുള്ള് മാറിപ്പോയി. അത് സാധാരണ നിങ്ങൾ വെറുതെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് അപ്ഡേറ്റ് ചെയ്തിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ സിറ്റി ഒന്നും മാറുകയില്ല. അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ അടിയിൽ കൊടുക്കുന്ന ഒരു ലിങ്ക് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യണം. ഈ സിറ്റിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ വീട്, ഈ വീടിൻ്റെ പുറത്ത് ഈ കാറൊക്കെ ഉണ്ട്. എനിക്ക് ഈ കാർ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീടിൻ്റെ പൊക്കത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പൊക്കത്ത് അതൊക്കെയുള്ള സ്റ്റെപ്പാണിത്. പക്ഷേ ഞാൻ ഈ സ്റ്റെപ്പിൽ കൂടി കയറാൻ നോക്കിയിട്ടേ ഗൈസ്, ഞാൻ വീണ് പോണ് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയറാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്ക്. ഞാനപ്പോഴേ ഒരു ജെറ്റ് ബാഗ് വിളിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. മിനി ജെറ്റ് ബാഗ് മതി, മറ്റേ വലുത് വേണ്ട. ഒന്ന് പൊങ്ങാതെന്താടായി. ഓക്കെ, ഞാൻ പൊങ്ങിയേക്കാണ്. കണ്ട ഇവിടെയാണ് സാധനം. നിങ്ങൾ വെറുതെ ഈ ലിങ്കൊന്നും പേസ്റ്റ് ചെയ്യണം. ഇങ്ങനെ പൊക്കത്താണെന്നുണ്ടെങ്കിൽ ഒന്നും കാണൂല. ഇത് ഏതാണ്ടും വേറൊരു യൂട്യൂബർ ഉണ്ടാക്കിയതാണ് എനിക്ക് തോന്നണം. എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവർ സമ്മതിക്കണമല്ലോ. ഇതൊന്ന് വേസ്റ്റ് പിന്നൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇങ്ങനെ പൊക്കത്താട്ടൊക്കെ വരുമ്പോൾ ഇവിടെ എന്താ വെച്ചേക്കണത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വാവ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്കിപ്പോൾ ഇറങ്ങാം. ഞാൻ ജെറ്റ് പാക്കിൽ നിന്ന് ഇറങ്ങിയത്. ഇതെന്താണ്? ഓക്കെ, ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാനിപ്പോൾ കുറച്ച് സംഭവങ്ങളെ കാണിച്ച് തരുന്നുള്ളൂ. അതിന് നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത്തായിപ്പോവും. വീടിൻ്റെ അവിടെയൊക്കെ ആ നെറ്റൊക്കെ വെച്ച് കുറച്ചൊക്കെ മറച്ചിട്ടൊക്കെ ഉണ്ട്. മറച്ചിട്ടൊന്നുമല്ല, നെറ്റൊക്കെ വെച്ച് ഇവിടെ പൊക്കം കൂടിയിട്ടുണ്ട് മതിലിൽ. നേരത്തെ മതിലിൽ പൊക്കം കുറവായിരുന്നല്ലോ. നമുക്കെന്തായാലും നമ്മുടെ കാറിനൊന്നും അങ്ങോട്ട് പോകണ്ട. നമുക്കാണെങ്കിലേ ഒരു ബൈക്ക് എടുക്കാം. ഞാനിവിടെ എടുക്കണത് 300 വേണ്ട, 400 വരുന്ന ZX 10R. എനിക്ക് ഈ ബൈക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര രസമാണ് ഈ ബൈക്ക് ഓടിച്ച് കളിക്കാൻ. പിന്നെയല്ലേ ഗൈസ്, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ട ഒരു മതിലൊക്കെ വെച്ച് ഇങ്ങനെ അടച്ചിട്ടുണ്ട്. ഇതെന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ കണ്ട ഒരു മതിലൊക്കെ വെച്ച് ഇങ്ങനെ അടച്ച് വെച്ചേക്കണേണ്. നമ്മുടെ വീട്ടിലായിട്ട് കയറുന്ന വഴി ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്താണ് മുന്നിൽ തന്നെ വലിയൊരു ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ആ മതിലൊക്കെ വെച്ച് അടച്ചേക്കണ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. കണ്ട, വീട് കാണാൻ തന്നെ നല്ലൊരു വൈബുണ്ട് അല്ലേ. ഇത് നമ്മൾ വേറെ സംഭവം കാണിച്ചു തരാം. ഇവിടെ കണ്ട, ഇവിടെ നമ്മുടെ RGS ടൂളിൽ വരുന്ന ഒരു വീടിൽ വെച്ചിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നല്ല ടൈല് പോലെ സംഭവങ്ങളൊക്കെ വിരിച്ച് സെറ്റാണ്. പിന്നെ ഇവിടെ നല്ല അൾട്ടിമേറ്റ് ബസ് സ്റ്റോപ്പ് ഉണ്ട്. അടിപൊളി ബസ് സ്റ്റോപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബസ് സ്റ്റോപ്പാണ്. പിന്നീട് വേറൊരു സാധനം കാണിക്കാൻ ഞാൻ മറന്നു നിങ്ങളാ. ഈ ബസ് സ്റ്റോപ്പ് എനിക്ക് ഏറ്റവും നല്ലോണം ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. അടിപൊളി ബസ് സ്റ്റോപ്പാണ്. വേറെ സംഭവം, നമ്മുടെ പോലീസ് സ്റ്റേഷൻ മൊത്തം മാറിപ്പോയി. എന്താ പോലീസ് സ്റ്റേഷനില്ലേ, മുഴുവനും മാറിപ്പോയി നമ്മുടെ. നിങ്ങൾ വിശ്വസിക്കൂലല്ലോ, അത് കണ്ടോ? സ്റ്റെപ്പ് പോലെ കാര്യം നമുക്ക് ബൈക്ക് ഓടിച്ച് കയറ്റാൻ പറ്റും. കണ്ടാ, പോലീസ് സ്റ്റേഷൻ ഉള്ളിൽ പ്രത്യേകിച്ച് മഴയൊന്നുമില്ല, പുറത്താണ്. ഇതൊക്കെ ഏതോ യൂട്യൂബർ ചെയ്തതാണ് കേട്ടോ ഗൈസ്. കുറേ നല്ല പാടായിരിക്കും ചെയ്യാൻ. എന്തോരമാണ് അല്ലേ. ഇനി നമുക്ക് വേറൊരു സാധനം കൂടി കണ്ടിട്ട്, ഈ പോകുന്ന വഴിക്കല്ല ഇല്ലേ നല്ല അടിപൊളി സംഭവങ്ങളാണ്. അതായത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് നമ്മുടെ സിറ്റി വെറുതെ മാറിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ മരമൊക്കെ വെച്ചാൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ടെയ്നറാ. അത് നിങ്ങൾ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നോക്കിയാൽ മതി. എനിക്കറിഞ്ഞൂടെ എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കെന്തായാലും പോവാം. ഞാൻ ആ പെട്രോൾ പമ്പും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ പമ്പല്ല, പെട്രോൾ പമ്പ് എത്താറായിട്ടുണ്ട്. ഇന്നെനിക്ക് ഫുള്ള് വീടിച്ചാണ് ഗൈസ്. എൻ്റെ ലൈഫ് ഇത്രയും കുറഞ്ഞു പോയി. ZX 10R പോയിട്ട് എനിക്കിന്ന് മുഴുവനും വീടിച്ചാണ്.
ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം വീണായിരുന്നു. ഇപ്പോഴും വീണ്. നമുക്കിനി പയ്യെ ഓടിച്ച് പോവാം. സ്പീഡിൽ ഓടിച്ചാൽ വീടും ഞാൻ. ഓക്കെ ഗൈസ്, ഞാൻ പമ്പ് എത്തിയിട്ടുണ്ട്. ഓ, പമ്പ് വെറുതെ മൂടാക്കിയിട്ടുണ്ട്. നല്ല രസം പമ്പ് കാണാൻ, എനിക്കിഷ്ടപ്പെട്ടു. അവിടെയൊക്കെ എന്താണ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത് മാത്രമാണ്. ഇത് നമുക്കില്ലേ ബസ്സൊക്കെ ഇതുപോലെ പാർക്ക് ചെയ്യാനൊക്കെ പറ്റില്ല. നല്ലൊരു വൈബാണ് പമ്പ്. ഏതായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ. പിന്നെ ഗൈസ്, ഞാൻ ഈ ലിങ്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സിറ്റി വരും. ഇത് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അപ്പം ഞാൻ വീഡിയോയിൽ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്ന്. എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് എടുക്കുമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കണ്ടോ. അല്ലെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.